ദിവസത്തിനകത്ത് ഇന്നലെ അനുമോള് ഒരു ദിവസം ഫുള്ള് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് നടന്ന് എന്തായാലും ഭയങ്കര കഴിവ് തന്നെ കേട്ടോ. പുള്ളിക്കാരത്തി ആണെങ്കിൽ തലേദിവസം നിവിനുമായിട്ടുള്ള വിഷയത്തില് ഉം, ആതിരയും നൂറയും ആ വീട്ടിലുള്ള ആരുമായിട്ട് മിണ്ടാതെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം രാത്രി 12 മണിക്കോ 12:30ക്ക് എങ്ങാണ്ട് പിണങ്ങിയതാണ്. പിറ്റേ ദിവസം രാത്രി 12:30 വരെ പുള്ളിക്കാരത്തി മിണ്ടിയിട്ടില്ല. 12:30 ആയപ്പോൾ കാണാം ചെന്ന് ആദിലയും നൂറയും അടുത്ത് ചെന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ അനുമോളെ ആണെങ്കിൽ അനുമോളും ഈ അനീഷും തമ്മിൽ പ്രത്യേക ഒരു ബോണ്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അനുമോളോട് ഭയങ്കര കാര്യമാണ്. ഒരു പെങ്ങളെ പോലുള്ളൊരു സ്നേഹം പുള്ളിക്കാരനുണ്ട്. അനുമോൾ ഇന്നലെ പിണങ്ങി കട്ടിലേൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അനീഷ് ചേട്ടൻ ഇന്നലെ ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കിളിക്കാൻ പറ്റിയ പോലെ ഓടി നടക്കുന്ന അനുമോൾ ഒന്നും മിണ്ടാതെ മാറിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ അന്നേരം പറയുന്നു ഒരു ദിവസത്തേക്കുള്ളൂ, നാളെ ആകുമ്പോൾ ശരിയാവുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഗെയിം കളിക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ അതിലെ നൂറയുടെ ചേർന്ന് നിന്ന് ഗെയിം കളിക്കുമ്പോൾ അവരുമായിട്ട് പാവകൾ ഷെയർ ചെയ്തു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അതുപോലുള്ള പരാതികൾ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരത്തി ഇന്നലെ അവരുമായിട്ട് പിണങ്ങി നിന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കോയിൻ ടാസ്ക് നടന്നല്ലോ. അപ്പോൾ കോയിനുകൾ പറക്കിയെടുത്ത് അതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു എന്ന് ഇവർ പറയുമെന്ന് പറയുന്നത് ഒരു കണക്കിന് അത് ശരിയാണ്. കാരണം ഇന്നലെ അവരോട് മിണ്ടാതിരുന്നത് നന്നായി. കാരണം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞേനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തേനെ എന്ന് പറഞ്ഞേനായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ പറയും, ഉറപ്പായിട്ടും പറയുന്നതാണ്. അങ്ങനെ ഇന്നലെ അനീഷേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആൾക്കാരോട് അതിനകത്ത് ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ എന്ത് വിഷയം ഇപ്പൊ ഷാനവാസോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഷാനവാസ് പുറത്ത് നിന്ന് ഒരുപാട് തവണ കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷാനവാസിന് എന്തെങ്കിലും വിഷയം ഒറ്റയ്ക്ക് ഇരിക്കുകയോ വിഷമം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചെന്ന് ചോദിക്കും. രശ്മിയോട് അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അനി നമ്മുടെ അനുമോളോട് ചോദിക്കാറുണ്ട് അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും. വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു സംസാരമോ ചർച്ചയിലോ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അനീഷ് പോയി അങ്ങനെ ആം, കൂടുതൽ ഇൻവോൾവ് ആയിട്ട് മിണ്ടുന്നത് കണ്ടിട്ടില്ല. ആദിലയും നൂറയോട് പോലും പുള്ളിക്കാരൻ അത്രയ്ക്ക് കമ്പനി ആയിട്ടും ഇല്ല.